സമയത്തിന് എനിക്ക് ചോറ് താ. ആഹാ, എനിക്ക് വിശക്കുന്നുണ്ട്. ഹോ, അപ്പത്തേക്ക് നിനക്കും വിശന്നോ? എനിക്കതിന് ആദ്യം വിശന്നിരുന്നു. പിന്നെ ഞാൻ വെറുതെ ചോറ് വേണ്ടാന്ന് വെച്ചതാ. നോക്കി നിൽക്കാതെ ചോറ് എടുത്തതാ അമ്മ. അയ്യോ, എന്താണിത് ഈ പിള്ളേരുടെ ഒരു കാര്യം? അയ്യേ, ഇതാണ് അമ്മയുടെ ഭക്ഷണം. ഇതൊരുമാതിരി പച്ചക്കറി കടക്ക് പോയി നോക്കണ പോലെ ഉണ്ടല്ലോ. പെണ്ണെ, കിളിക്കാതെ വന്നിരുന്ന് കഴിക്കുന്നുണ്ടോ? അയ്യേ, എനിക്കൊന്നും വേണ്ട അമ്മയുടെ പച്ചക്കറി കട. മക്കളെ, അമ്മയുടെ കുഞ്ഞാവേ, നീ വന്നിരുന്ന് കഴിച്ച ഭക്ഷണം. അമ്മയുടെ കുഞ്ഞാവ ഈ ഭക്ഷണമൊക്കെ ഒന്നിരുന്ന് കഴിക്കണമെന്ന് കണ്ടാ മതിയായിരുന്നു. എന്തായാലും കഴിക്കാത്തത് അവിടെ ഇരുന്ന് കഴിച്ചോളൂ. നീ വലിയ വാചകം അടിക്കണ്ട. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പറ അമ്മ, എന്തൊക്കെ ഐറ്റങ്ങൾ അമ്മ ഉണ്ടാക്കിയത്? പരിപ്പ് കറിയുണ്ട്, ചീരത്തോരനുണ്ട്, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ സലാഡ് ഉണ്ട്, പിന്നെ ഉണക്കമീൻ പൊരിച്ചതുണ്ട്, ചമ്മന്തിയുണ്ട്. അയ്യേ, പരിപ്പും ഉണക്കമീനോ? എനിക്കൊന്നും വേണ്ട. ഇവിടെ ഇന്ന് ഇതൊക്കെ തന്നെയുള്ളൂ അമ്മ. എന്തേ അമ്മയുടെ കുഞ്ഞാവക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? കുഞ്ഞാറ്റെ, കുറെ സമയമായിട്ടോ നീ കിളിക്കാൻ തുടങ്ങിയിട്ട്? അവളുടെ മനുഷ്യനത് കേൾക്കുമ്പോ ഭ്രാന്താ പിടിക്കണത്, ഭ്രാന്ത്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് നിനക്ക് ഭ്രാന്തി പിടിക്കേണ്ട ആവശ്യമില്ല. നീ തന്നെ ഒരു ഭ്രാന്തിയാണ്. വലിയ കാര്യമായിപ്പോയി. അമ്മ, എനിക്കൊന്നും വേണ്ട ഈ ഉണക്കമീനും പരിപ്പ് കറിയൊന്നും. ഇവിടെ വേറെ ഒന്നുമില്ലേ കഴിക്കാൻ? അമ്മ, അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വിളമ്പിത്ത. മനുഷ്യനെ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. പരിപ്പെങ്കിൽ പരിപ്പ്, അത് കൂട്ടിയിട്ട് ചോറ് കഴിക്കാലോ. അമ്മയുടെ ചക്കരെ, എങ്കിൽ മോള് കഴിച്ചോ ഭക്ഷണം. അമ്മ വിളമ്പിത്തരാം. അമ്മ, എനിക്ക് ഭക്ഷണം വേണം. എനിക്ക് പരിപ്പ് കറിയും ഉണക്കമീനും വേണ്ട, വേറെന്തെങ്കിലും മതി. കുഞ്ഞാവേ, മനുഷ്യൻ ഇവിടെ നേരം ബസ് അടുക്കളന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഓരോന്നും. എന്നിട്ട് അവൾക്ക് വേണ്ട പോലും വേണ്ട. നിനക്കെന്നാലേ ഞാൻ ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചു തരാം. എന്തേ, അത് മതിയോ? ഹായ്, ബിരിയാണിയോ? എങ്കിൽ അമ്മ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോ. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണി പോലും ചിക്കൻ ബിരിയാണി കൂടുതൽ വിളിച്ചിലെടുത്താലേ നിന്നെ വെച്ച് ഞാൻ ബിരിയാണി വെക്കും. അമ്മ, എന്തോന്നടി, എന്തോന്നെ? കുറെ സമയമായല്ലോ നീ നിന്ന് കിണക്കാൻ തുടങ്ങിയിട്ട്. മര്യാദയ്ക്ക് ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോട്. അല്ലാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കണമ്മ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. മര്യാദയ്ക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കഴിച്ചിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോ, അയ്യോ, എനിക്ക് ചിരി സഹിക്കാൻ പറ്റണില്ലേ. എന്താണടി നിന്ന് കളിക്കണത്? അതിന് മാടി ഇവിടെ പെട്ട ഇത്രമാത്രം വലിയ കോമഡി. ഇനി ഇതിലും വലിയ കോമഡി എന്തോന്നുണ്ടാകാനാ? ബിരിയാണി തിന്നാൻ കൊതിച്ചോളെ, അത് കണ്ട് മനസ്സ് നിറച്ചോളെ. ഹൈ ഹൈ. ഓ, എന്താ അവളുടെ ഒരു കൈതരാഗം. നോക്കിക്കൊടി, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടേ ബിരിയാണി വാങ്ങിപ്പിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് പോലും ഞാൻ നിനക്ക് തരത്തില്ല. പിന്നെ നീ പറയുമ്പോൾ അച്ഛൻ ബിരിയാണി വാങ്ങിത്തരാൻ നിൽക്കുകയാണല്ലോ. വാങ്ങിത്തരും, എനിക്ക് വാങ്ങിത്തരും. നീ കണ്ടോ അവളുടെ ഒരു പരിപ്പ് കറിയും ചോറും? എടി കുഞ്ഞാവേ, ബിരിയാണി വാങ്ങുമ്പോഴല്ലേ, അപ്പോഴത്തേക്ക് തൽക്കാലം നീ ചോറും പരിപ്പ് കറിയും കഴിക്കി. എനിക്കൊന്നും വേണ്ട പരിപ്പ് കറി. നീ തന്നെ കൂട്ടിക്കോ പരിപ്പ് കറിയും ചോറും. കണ്ടേച്ചാലും മതി അവളുടെ 32 കൊന്തം പല്ലും. അയ്യോ, ഇനിയിപ്പോ ശരിക്കും അച്ഛൻ അവൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുവോ? എനിക്ക് പരിപ്പ് കറിയും ചോറും തന്നെ ആയി പോകുമോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മക്കളെ, കുഞ്ഞാറ്റേ, നീ ഭക്ഷണം കഴിച്ചോ? ദാ അമ്മ, ഞാൻ കഴിക്കുകയാണേ. അമ്മ, അച്ഛൻ ഇതുവരെ വന്നില്ലേ? ഇല്ല മക്കളെ, അച്ഛൻ ഇപ്പൊ വിളിച്ചായിരുന്നു. അച്ഛനെ ഓഫീസിൽ ഒരുപാട് വർക്കുണ്ട്. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് വർക്ക് കൂടുതലാണ്, രാത്രിയും പണിയാണ്. അതുകൊണ്ട് അച്ഛൻ ഇനി രാവിലെ വരത്തുള്ളൂ. അതുകൊണ്ട് മക്കൾ കിടന്നോ? ശരി അമ്മ. അമ്മ, അമ്മ ഒറ്റയ്ക്കല്ലേ കിടക്കണത്? അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ കിടന്നോട്ടെ. ഓ, അതിനെന്താ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നോ. അവളെവിടെ കുഞ്ഞാവാ? ഞാനൊന്നും കണ്ടില്ല അവളെ. നീ ചെന്നിട്ട് അവൾ എവിടെയാ ഉള്ളതെന്ന് നോക്ക്. എന്നിട്ടേ രണ്ടുപേരും കൂടി ഇവിടെ തറയിൽ പായം വിരിച്ച് കിടന്നോ. അല്ലാതെ കട്ടിലല്ലേ നമുക്ക് 3 പേർക്കും കിടക്കാൻ പറ്റത്തില്ല, ചെറിയ കട്ടിലല്ലേ. അതിനൊരു കാര്യം ചെയ്യാം, അവൾ തറയിൽ പായം വിരിച്ച് കിടന്നോട്ടെ. ഞാനും അമ്മയുടെ കൂടെയാണ് കിടക്കണത്. ആഹാ, കൊള്ളാലോടി നിന്റെ ഐഡിയ. ഞാനാ അമ്മയുടെ അടുത്ത് കിടക്കണത്. അമ്മയുടെ അടുത്ത് കിടക്കാൻ വേണ്ടിട്ടേ ഞാനേ തലേനൊക്കെ എടുത്ത് വന്നതാ. ഓ, കണക്കായിപ്പോയി. തലേനെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിലേ നീ ആ തലേനും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടന്നോ. അല്ലാതെ അമ്മയുടെ അടുത്ത് ഞാനാ കിടക്കണത്. കിടന്നേനെ, നിന്നെ ഞാൻ കിടക്കാൻ വിട്ടേനെ. അമ്മയുടെ അടുത്ത് ഞാനാ കിടക്കണത്. ഞാനല്ലേ ചെറുത്, അപ്പൊ അമ്മയുടെ അടുത്ത് ഞാനാ കിടക്കണത്. അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അമ്മമാർക്ക് മക്കളൊക്കെ ഒരുപോലെയാണ്. അങ്ങനെ ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിലേ നീ എന്നാ പോയിട്ട് തറയിൽ കിടന്നോ. ഒന്ന് പോടി അവിടുന്ന്. അശ്ശോ, എന്താണിത് മക്കളെ? നിങ്ങളെ എന്റെ ചെവിക്ക് ഒരു സൗകര്യം തരത്തില്ലേ? ഏത് സമയം
കട്ടിലല്ല. ഞാനും അമ്മയുടെ കൂടെ കട്ടിലല്ല. അല്ലാതെ ഞാനൊന്നും കിടക്കത്തില്ല ഒറ്റയ്ക്ക് തറയിൽ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോന്ന്? നിങ്ങൾ രണ്ടുപേരും കട്ടിലല്ല കിടക്കുന്നെന്ന് ഉറപ്പിച്ചോ? ആ അതെ. ശരി, എങ്കിൽ രണ്ടുപേരും കൂടെ കട്ടിലിൽ കയറി കിടന്നോ. ഞാൻ ഇവിടെ തറയിലെ പായം വിരിച്ച് കിടന്നോളാം. അമ്മ, ഞാൻ അമ്മയുടെ കൂടെ കിടക്കും. അമ്മ എവിടെയാണോ കിടക്കുന്നത് അവിടെ ഞാനും കിടക്കും. തന്നെ? നീ മാത്രോ? അപ്പൊ ഞാനും കിടക്കും. അമ്മയുടെ അടുത്ത് കിടക്കാൻ വേണ്ടിട്ടാ ഞാനൊരു തലേണയും കൊണ്ട് വന്നത്. എന്നാ ഒരു കാര്യം ചെയ്യടി, നീ ആ തലേണയും കെട്ടിപ്പിടിച്ച് കിടന്നോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും കൂടെ? മര്യാദയ്ക്ക് രണ്ടുപേരോടും കൂടെ കട്ടിൽ കയറി കിടന്നോളാന്നാ പറഞ്ഞത്. ഞാൻ ഇവിടെ നിലത്ത് വിരിച്ച് കിടന്നോളാം. എടി കുഞ്ഞാവേ, നിന്റെ ആ തലയാണ് ഇങ്ങോട്ടേക്ക് താ. പറഞ്ഞത് കേട്ടില്ലേ? കേട്ടില്ലേന്ന്? കേട്ടു. എന്താടി കുഞ്ഞാത്തെ, നിന്റെ ചെവി കേട്ടില്ലേ? കേട്ടമ്മ, കേട്ടു. എങ്കിലേ രണ്ടുപേരും കയറി കിടന്നോ. ആ തലയാണ് ഇങ്ങോട്ടേക്ക് താ. ശരി, എങ്കിൽ ഞാനാണ് തെമ്പത്ത് കിടക്കണത്. അല്ല, ഞാനാണ് തെമ്പത്ത് കിടക്കണത്. പിന്നെ പിന്നെ നിന്നെ കിടക്കാൻ ഞാൻ വിട്ടേനെ. ഞാനാണ് തെമ്പത്ത് കിടക്കണത്. അല്ല, ഞാനാണ് കിടക്കണത്. എനിക്കൊന്നും അരികിൽ കിടക്കണ്ട. പറ്റില്ല പറ്റില്ല പറ്റില്ല. എനിക്ക് അരികിൽ കിടന്നാലേ ചൂടെടുക്കും. അതുകൊണ്ട് ഞാനാണ് തെമ്പത്ത് കിടക്കണത്. ആഹാ, അപ്പൊ എനിക്ക് ചൂടെടുക്കില്ലേ? ആ, അതൊന്നും എനിക്കറിയത്തില്ല. ഞാനേ തെമ്പത്ത് കിടക്കൂ. ഹോ, അടുത്ത വഴക്ക് അതിനായോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ചെറുതല്ലേ, നീ അരികിൽ കിടന്നാ മതി. ഇവിടെ തെമ്പത്ത് കിടക്കട്ടെ. എന്താ കുഞ്ഞാറ്റെ, നീ നിങ്ങനെ കിളിക്കണത്? ഒന്നുമില്ല. ഒന്നുമില്ലാതെയാണോ വെറുതെ നിന്ന് കിളിക്കാൻ നിൽക്കണത്? അയ്യോ, ചിരി നിർത്താൻ പറ്റണില്ല. അമ്മ നോക്കമ്മ, ഇവിടെ വെറുതെ നിന്ന് കിളിക്കാൻ ചിരി നിർത്താൻ പറ. എന്താ ഇത്? നിന്നോടാ പറഞ്ഞ ചിരി നിർത്താൻ. അയ്യോ അമ്മ, എനിക്ക് ചിരി നിർത്താൻ പറ്റണില്ല. അതെന്താ ചിരി നിർത്താൻ പറ്റാത്തത്? നിന്റെ അണ്ണാക്കിൽ എന്താ കുടുങ്ങി കിടക്കണുണ്ടോ? അധികം വിളിച്ചിലെടുത്താലേ നിന്നെ ഞാൻ ഈ റൂമിൽ തന്നെ കിടത്തത്തില്ല. കൂടുതൽ വാചകം അടിക്കാണ്ടേ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ, ഇന്ന് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കി കിടക്കൂ. അടുത്ത പ്രാവശ്യം കിടക്കുമ്പോഴേ ഞാനാണ് തമ്പത്ത് കിടക്കാം. ആ, അടുത്ത പ്രാവശ്യം കിടക്കുമ്പോഴല്ലേ, അത് നമുക്ക് അപ്പം ആലോചിക്കാം. കിടക്കപ്പായ തല വെക്കുന്നത് വരെ മനുഷ്യൻ ഓരോ പണിയാണ്. അതിന്റെ കൂടെ ഇതിറ്റങ്ങൾ ഓരോ വഴക്ക് കൂടലും. ഇനി അവിടെ നിന്ന് മുച്ചപ്പാടുണ്ടാക്കാണ്ടേ മര്യാദയ്ക്ക് രണ്ടുപേരോടും വേഗം കിടന്നുറങ്ങാനാ പറഞ്ഞത്. എടി കുഞ്ഞാവേ, ഇത്തിരി നീങ്ങി കിടക്ക്. എനിക്ക് ഇത്തിരി സ്ഥലമില്ല. ഞാനിപ്പോ നിലത്ത് വീഴും. അതല്ലേ ഞാൻ നിന്നോട് മര്യാദയ്ക്ക് നേരത്തെ പറഞ്ഞത്. നീ ഇപ്പുറം കിടന്നോ ഞാൻ അപ്പുറം കിടക്കാന്ന്. ആഹാ, അപ്പൊ നീ അതിനാണല്ലേ എന്നെ ഇങ്ങനെ തള്ളണത്? ഞാൻ വിചാരിച്ചു ഇവിടെ സ്ഥലമില്ലാഞ്ഞിട്ടാണെന്ന്. കൊള്ളാലല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. നിനക്ക് ഈ തമ്പത്ത് കിടക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ കിടത്തി തരാട്ടോ. ഹോ, എന്നാ പിന്നെ നീ മാറി കിടക്കണ്ട. നീ അവിടെ തന്നെ കിടന്നോ. ഞാൻ ഇങ്ങനെ തന്നെ കിടക്കുള്ളൂ. പിന്നെ എനിക്ക് സ്ഥലമില്ലാന്ന് പറഞ്ഞിട്ട് നീ കച്ചറ ഉണ്ടാക്കാൻ നിന്നാലുണ്ടല്ലോ, ഒരു തൊഴിയൊന്ന് തൊയ്ക്കും. പിന്നെ നീ നിലത്ത് പോയി കിടക്കേണ്ടി വരും. തന്നെ? എന്നാ പിന്നെ നീ തൊയ്ക്കാൻ വാ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടോ. എന്നെ ദേഷ്യം പിടിപ്പിച്ചാലേ ശരിക്കും ഞാൻ തൊയ്യാൻ വെച്ച് തരും. എന്ത് വാടി ഇത്? വീടാതാ ചന്ത പറമ്പോ? മനുഷ്യന് സ്വസ്ഥായിട്ട് കിടക്കാൻ വിടില്ലേ? പകലോ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ രാത്രി തുടങ്ങിയോ? മനുഷ്യനെ പോലച്ച കാണാൻ എഴുന്നേറ്റ് എടുക്കണ പണിയാ. പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്തേ കിടക്കാൻ നോക്കുമ്പോ തുടങ്ങിക്കോളൂ രണ്ടിന്റെ ശല്യം. മര്യാദയ്ക്ക് രണ്ടും കൂടെ കിടന്നുറങ്ങിക്കോ. അല്ലെങ്കിലേ ഞാൻ രണ്ടിനെയും പിടിച്ച് പുറത്താക്കും. പിന്നെ പുറത്തൊറ്റയ്ക്ക് കിടക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കമ്മ, അവളാണ് എനിക്ക് സ്ഥലം തരാത്തത്. അയ്യോ ഞാനൊന്നല്ലമ്മ, ഞാനിങ്ങനെ അരികിൽ പറ്റി പിടിച്ച് കിടക്കുക. അവള് വെറുതെ പറയാ. അമ്മ, അമ്മ എഴുന്നേറ്റ് നോക്ക്. ശരിക്കും ഇവിടെ ആരാ കച്ചറ ഉണ്ടാക്കുന്നതെന്ന്? ഞാനെങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് എനിക്കെങ്ങനെ ദേഷ്യം പിടിച്ച രണ്ടിന്റെ ചന്തി ഞാൻ ചുട്ട് പൊളിക്കും. മര്യാദയ്ക്ക് ഒച്ച ഉണ്ടാക്കാണ്ട് കിടന്നുറങ്ങാനാ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞത്. ഒരു വിധത്തിലാണ് ഉറക്കം വന്നത്. ആ വന്ന ഉറക്കം നഷ്ടപ്പെട്ടു. ഇതെങ്ങനെയാണാവോ ഇതിങ്ങളെ കുറ്റക്കടഞ്ഞൊരു കുറവ് വരിക? എന്തേ രണ്ടുപേരുടെ സൗണ്ട് കേൾക്കണില്ലല്ലോ? ഉറങ്ങിയോ? ഞാൻ ഉറങ്ങി അമ്മ. ഞാൻ അതിലും ആദ്യമേ ഉറങ്ങി അമ്മ. ഇങ്ങനെ രണ്ട് കുരുത്തം കെട്ട പിള്ളേര് ഈ ലോകത്തെവിടെ ഉണ്ടാവില്ല. ഓഹോ, എടി കുഞ്ഞാവേ, എന്താടി? ആരോട് ചോദിച്ചാടി ഫോൺ എടുത്തത്? നീ ആരും കാണാതെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കളിക്കുകയല്ലേ? നിക്ക്, അമ്മയോട് പറഞ്ഞെടുക്കട്ടോ. അമ്മ, അമ്മ. നീ വിളിക്കടി, വിളിച്ചു കൂൾ. എന്താടി നിർത്തിയത്? വിളിച്ചോടി, വിളിച്ചോ? അമ്മനെ വിളിച്ചോട്ടാ നീ. എനിക്കൊരു പേടിയുമില്ല. കാരണം എനിക്ക് ഫോൺ തന്നത് തന്നെ അമ്മയാ. അമ്മയോ? അതെടി, അതെ, എനിക്ക് അമ്മ തന്നതാണ് ഈ ഫോണ്. അമ്മേ, അമ്മ ഒന്നിങ്ങ് വാട്ടോ അമ്മ. ഒരു സെൽഫി എടുക്കാം. കണ്ടോ അമ്മ, കണ്ടോ അമ്മയുടെ മോൻ സെൽഫി എടുത്ത് കളിച്ചോണ്ടിരിക്കുന്നത്? എടി കുഞ്ഞാവേ, ഹായ് അമ്മ. അമ്മ ഒന്ന് ചിരിച്ചേ.
നിന്ന് ചിരിക്കണ്ട അമ്മ. അമ്മ എന്തോ നമ്മ ഇത്? അമ്മ ഫോൺ എടുക്കാൻ അവളെ ചീത്ത പറയാൻ വന്നതോ അതോ അവളുടെ കൂടെ സെൽഫി എടുക്കാൻ വന്നതോ? അതെ അതെ അതെ, അത് പിന്നെ ഇടി കുഞ്ഞാവേ, നീ ആരോട് ചോദിച്ചാടി ഫോൺ എടുത്തത്? നിന്നോട് ചാർജ് ഇടാൻ വേണ്ടിയിട്ടല്ലേ ഫോൺ തന്നു വിട്ടത്, അല്ലാതെ ഫോണിൽ കളിക്കാനാണോ? അവൾ അവിടെ നിന്ന് ഫോണും കൊണ്ട് കളിക്കാൻ നിൽക്കുന്നു. നിന്നോട് പറഞ്ഞ ഫോണിങ് തരാൻ. ഫോണിങ് തന്നെ. സ്കൂളില്ലാന്നും കൊണ്ട് പിള്ളേരെയും കൊണ്ട് എന്ത് ശല്യമാണെന്നോ. ഇപ്പൊ സമാധാനായടി നിനക്ക്? അതെടി അതെ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നിന്നോട് അമ്മ പറഞ്ഞ പണി ചെയ്തോടി നീ? എന്ത് പണിയല്ലേ അമ്മ എന്നോട് പറഞ്ഞത്? നിന്നോടല്ലടി അമ്മ കടയിൽ പോകാൻ പറഞ്ഞത്. നീ കടയിൽ പോയോ? എനിക്കങ്ങ് വയ്യ കടയിൽ പോകാൻ. മക്കളെ മക്കളെ, എത്ര സമയമായി മക്കളെ അമ്മ കടയിൽ പോകാൻ പറയുന്നു? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ആ, അമ്മ ഇവളോടല്ലേ കടയിൽ പോകാൻ പറഞ്ഞത്, അവളോട് തന്നെ പോകാൻ പറ. അമ്മയുടെ പുളിച്ചോ, എനിക്കങ്ങ് വയ്യ കടയിൽ പോകാൻ. ഞാനിങ്ങ് പോകില്ല. വേണമെങ്കിൽ തന്നെ പോയി കടയിൽ. ആഹാ, ഞാനെന്തിനാ കടയിൽ പോകുന്നത്? നിന്നോടല്ലേ അമ്മ കടയിൽ പോകാൻ പറഞ്ഞത്, അപ്പൊ നീ തന്നെ പോയാ മതി. ഇല്ലടി ഇല്ല, ഞാൻ പോകത്തില്ല. ഇന്നലെ ഞാനല്ലേ കടയിൽ പോയത്, അതുകൊണ്ട് ഇന്ന് നീ പോയാ മതി. എടാ മക്കളെ, അവിടെ അച്ഛൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് അതൊന്ന് എടുത്തു തന്നാ മതി. എനിക്കൊന്നും പോയ സാധനം എടുത്തോണ്ട് വരാൻ ഞാൻ എന്തായാലും പോകത്തില്ല. നിങ്ങളോട് പറയാമോ പോകാൻ? അമ്മ, അവിടെ പോയിട്ട് ഞാൻ എന്തോന്ന് ചെയ്യാനാ? എനിക്ക് സാധനങ്ങളൊന്നും എടുക്കാൻ പോകത്തില്ല. അവളാകുമ്പോ അവക്ക് പകുതി സാധനം എടുക്കാമല്ലോ. ഹോ, നീ അതിന്റെ കിള്ള കുഞ്ഞനൊന്നുമല്ലല്ലോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിനക്ക് എടുക്കാം. എനിക്കൊന്നും വയ്യ, ഞാൻ പോകത്തില്ല പോകത്തില്ല പോകത്തില്ല. ആഹാ, ഞാനും പോകത്തില്ല പോകത്തില്ല പോകത്തില്ല. വേണ്ടടി വേണ്ട, രണ്ടുപേരും പോകണ്ട. ഞാൻ തന്നെ പോയിട്ട് എടുത്തോളാം. അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഉപകാരം കിട്ടത്തില്ലല്ലോ. ആ പിങ്കി മോളും ഉസ്മാനും ഒക്കെ എന്തൊക്കെ പണി അവരുടെ വീട്ടിൽ എടുക്കുന്നത്. എന്തെങ്കിലും ഒരു സഹായം നിങ്ങളെ കൊണ്ട് എനിക്ക് കിട്ടാറുണ്ടോ? ഇതൊക്കെ എന്റെ വിധി, അല്ലാണ്ട് എന്താ, ഞാൻ തന്നെ പോയിക്കോളാം. അമ്മ, ഇന്ന് ഞാൻ വരാം അമ്മയുടെ കൂടെ. ഹോ, നന്നായി മക്കളെ, എന്നാ മക്കൾ എന്റെ കൂടെ വാ. നമുക്ക് രണ്ടുപേർക്കും പോയി സാധനം എടുത്തിട്ട് വരാം. ഹാ, എന്നാ പിന്നെ ഞാനും വരാം അമ്മയുടെ കൂടെ. അയ്യോ വേണ്ട മക്കളെ, ഒരാൾ വന്നാ മതി, രണ്ടുപേരുടെയും ആവശ്യമില്ല. ഹാ, കേട്ടല്ലോ കുഞ്ഞാറ്റെ, നീ പോകണ്ട, അമ്മയുടെ കൂടെ ഞാൻ പോയിക്കോളാം. ആഹാ, കൊള്ളാലോടി കുഞ്ഞാറ്റെ നിന്റെ ഐഡിയ. അമ്മയും സാധനം എടുക്കാൻ കൂടെ വരുന്നുണ്ടെന്ന് കണ്ടപ്പോ നീ മെല്ലെ കാല് മാറിയതല്ലേ? അമ്മ വാങ്ങിച്ചേരുന്ന ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ടല്ലേ നീ കൂടെ വരുന്നത്? എന്താണെങ്കിലും സാരമില്ല, ഞാനും കൂടെ വരുന്നുണ്ട്. കണ്ട അമ്മ കണ്ട, അവളോട് കൂടെ വരണ്ടെന്ന് പറ. മക്കളെ, രണ്ടുപേരുടെയും ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ, ഒരാൾ വന്നാ മതി കൂടെ. എടി കുഞ്ഞാറ്റെ, അമ്മ പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ? നിന്നോട് പോകണ്ട എന്ന്. ആഹാ, എന്നോടല്ല പോകണ്ടെന്ന് പറഞ്ഞത്, നിന്നോടാണ് പോകണ്ടെന്ന് പറഞ്ഞത്. നീ ഇവിടെ തന്നെ നിന്നാ മതി. അല്ലെങ്കിൽ എത്ര സമയമായി അമ്മ പറയുന്നു കടയിൽ പോകാൻ? അപ്പോഴൊന്നും നിനക്ക് പോകാൻ തോന്നിയില്ലേ? ഞാനിപ്പോ കടയിൽ പോകാൻ നോക്കുമ്പോഴാണ് നിനക്ക് മുട്ടുന്നത്. നീ പോരണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. വാ അമ്മ, നമുക്ക് പോകാം. അതെ മോളെ, നീ പോരണ്ട, നീ ഇവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പോയി വേഗം വരാം. അമ്മ, അമ്മക്ക് ചേച്ചിയോട് മാത്രമേ സ്നേഹമുള്ളൂ, ഈ കുഞ്ഞാവിയോട് ഒരു സ്നേഹവുമില്ല. അമ്മ, എന്നെയും കൂട്ടമ്മ. മിണ്ടാതിരിടി, മിണ്ടാതിരിക്കാൻ. നിന്നോടാ പറഞ്ഞാ മിണ്ടാതിരിക്കാൻ. എത്ര സമയമായിട്ട് ഞാൻ പറയുന്ന കടയിൽ പോകാൻ, അപ്പോഴൊന്നും നിങ്ങൾക്ക് പോകാൻ തോന്നിയില്ലേ? എടി കുഞ്ഞാവേ, നീ വഴക്കാക്കാനായിട്ടുണ്ടായതാണോ? ഇല്ല അമ്മ, ഞാനിവിടെ ഒറ്റക്ക് നിൽക്കില്ല അമ്മ, എനിക്ക് വരണം കടയിൽ. അമ്മക്ക് അവക്ക് മാത്രം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനല്ലേ, എനിക്കും വേണം ഐസ്ക്രീം. എടി, ഞാനവിടെ ആർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനല്ല പോകുന്നത്, അച്ഛൻ വാങ്ങിച്ച സാധനം എടുക്കാൻ കടയിൽ പോവുകയാണ്. അമ്മ ഒന്നും പറയണ്ട, എനിക്കറിയാം അവൾക്ക് അവിടെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമെന്ന്. ഞാനും വരുന്നു, എനിക്കും വരണം. എന്തിനാണ് നീ നിന്ന് കളിക്കുന്നത്? നോക്കമ്മ നോക്ക്, അവളുടെ ഒരു വാശി നോക്ക്. എടി കുഞ്ഞാവേ, നിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിന്നോടല്ലേ പോരണ്ടെന്ന് പറഞ്ഞത്, നീ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പോയിട്ട് സാധനം എടുത്തോളാം. ഇല്ല അമ്മ ഇല്ല, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാനും വരും. അയ്യേ, ഇതെന്തോന്നാ ഇവിടെ അമ്മയും മക്കളും തമ്മിലൊരു അടിപിടി? ഇജ്ജെന്തിനാ ഇവിടെ കരയണത്? കുട്ടികളായാലേ കുറച്ച് അനുസരണ വേണം, ഇവർക്ക് തീരെ അനുസരണയില്ല. അയ്യോ, എന്ത് പറ്റി സുമാൻഡി? ഒന്നും പറയണ്ട മക്കളെ, എന്റെ തലവിധി, അല്ലാണ്ട് എന്തോന്നാ? ഇതിങ്ങൾ രണ്ടിന്റെ കുരുത്തക്കട കൊണ്ട് മനുഷ്യൻ ഇവിടെ തലക്ക് ഭ്രാന്താ പിടിക്കണത്. ഒരു കടയിൽ പോകാൻ പറഞ്ഞാണ് ഇത്രയും പ്രശ്നം ഇവിടെ. അയ്യേ, കടയിൽ പോകാൻ പറഞ്ഞാണോ കുഞ്ഞാവേ നീ ഇങ്ങനെ കരയണത്? സുമിയാന്റി വിഷമിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം കടയിൽ. കണ്ടോടി കണ്ടോ, ഞാൻ പറയാൻ നേരമില്ലാണ്ട് അത് നിങ്ങൾ പോകാമെന്ന് പറഞ്ഞത് കണ്ടോ? അമ്മ, അമ്മ എന്തിനാ എന്നെ നോക്കി പറയണത്? അത് ഇവളോട് പറ, ഇവളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനല്ല, നീ ആ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനോ? ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കി? നീ എന്നടി പ്രശ്നം ഉണ്ടാക്കിയത്? അല്ല, നീ തന്നെ പ്രശ്നത്തിന്റെ കാരണക്കാരി. കണ്ടമ്മ കണ്ടോ, ഇവൾ നോട് പറയുന്നത് കണ്ടോ? ഇവളല്ലേ എല്ലാ പ്രശ്നത്തിന്റെ കാരണം, എന്നിട്ടിപ്പോ ഞാനാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നു. എന്തുവാ അമ്മ ഇവളിങ്ങനെ? എടി കുഞ്ഞാറ്റെ, എടി കുഞ്ഞാവേ, മതി സാധനം വാങ്ങിച്ചത്. സാധനം വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞാനിന്ന് ഇവിടെ ഒരു ഭക്ഷണവും ഉണ്ടാക്കുന്നുമില്ല. രണ്ടുപേരും ഇന്നിവിടെ മുറുമുറ പട്ടിണിയായിരുന്നോ? അതാ നല്ലത്. ഓ, ഇങ്ങനെയും ഉണ്ടോ എവിടെയെങ്കിലും രണ്ട് പിള്ളേര്? അയ്യോ സുമേന്റെ ദേഷ്യം പിടിക്കാതെ, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞില്ലേ കടയിൽ? വേണ്ട മക്കളെ വേണ്ട, നിങ്ങൾ കണ്ടില്ല ഇതിന്റെ സ്വഭാവം. എപ്പം നോക്കിയാലും തല്ലി പിടിക്കാൻ ഇവർക്ക് നേരമുള്ളൂ. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തല്ലി പിടിക്കാറുണ്ടോ? എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ തല്ലി പിടിക്കുന്നത്? അയ്യോ
അയ്യോ അമ്മ, അമ്മക്ക് വിഷമമായോ? സോറി അമ്മ. അതെ അമ്മ, സോറി അമ്മ, പ്ലീസ് അമ്മ. സങ്കടപ്പെടാതെ അമ്മ, പ്ലീസ് അമ്മ, ഒന്ന് ചിരിക്കമ്മ. അമ്മ, ഈ കുഞ്ഞാവയുടെ മുഖത്തൊന്ന് നോക്കമ്മ, പ്ലീസ് അമ്മ. ഇനി ഞങ്ങൾ ഇങ്ങനെ വഴക്കിടില്ല അമ്മ, പ്രോമിസ്. സത്യമാണോ നിങ്ങൾ പറയുന്നത്? സത്യം സത്യം. ശരി, എങ്കിൽ എന്റെ മക്കളെ കടയിൽ പോയിട്ട് സാധനം എടുത്തിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലി. ശരി അമ്മ. അവര് മാത്രമല്ല ആന്റി, ഞങ്ങളും കൂടെ പോകാം. അതെ ആന്റി, ഞങ്ങളും കൂടെ പോകാം. ശരി മക്കളെ, എങ്കിൽ ശരി, നിങ്ങൾ 4 പേരും കൂടെ ചെല്ലി. എന്നിട്ട് വരുമ്പോ നിങ്ങൾക്ക് വേണ്ട ഐസ്ക്രീം വാങ്ങിച്ചോ. ഐസ്ക്രീമോ? സത്യമാണോ അമ്മ പറയുന്നത്? അതെ, സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ഐസ്ക്രീം വാങ്ങിച്ചോ. ഓക്കെ, ജോളി. എങ്കിൽ ഞാൻ അടുക്കളയിലോട്ടേക്ക് ചെല്ലട്ടെ മക്കളെ. ഏതാ ഉസ്മാനെ, നമുക്ക് ഐസ്ക്രീം കിട്ടിയടാ. അതെ അതെ, നേരം കളയാണ്ട് വേഗം വരി, നമുക്ക് പോയിട്ട് വാങ്ങാം. എങ്കിൽ അങ്ങോട്ട് നടക്കട വേഗം. അയ്യോ, എന്തു വാടി ഇത്? എത്ര സമയമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നില്ലേ? കുഞ്ഞാറ്റെ, എടി കുഞ്ഞാവേ, നിങ്ങളെ വിളിക്കുന്നത്. സ്കൂളില്ലാന്ന് വെച്ച് 2 പേർക്കും ഇങ്ങനെയുണ്ടോ ഓർക്ക്? നിങ്ങളോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ. ദേ, എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കൊള്ളും കേട്ടോ. വേഗം എഴുന്നേൽക്കാനാ പറഞ്ഞത്. ഒന്ന് മിണ്ടാതിരി അമ്മ, ഞങ്ങൾ കുറച്ചുകൂടെ കിടക്കട്ടെ. ആഹാ, കൊള്ളാൻ ഐഡിയ. AC വിട്ട് പുതപ്പം പോച്ചുള്ള നിങ്ങൾ ഉറക്കുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം അത്. അയ്യോ അമ്മ, പുതപ്പ് നീക്കാതെ തണുക്കുന്നു. ആഹാ, ചൂടാക്കി തരാം, ഇപ്പൊ ചൂടാക്കി തരാം. നല്ല തിളച്ച വെള്ളം എടുത്ത് മോന്ത കൊയിച്ചാലേ 2 പേരും മേനേറ്റ് ഓടുന്നത് കാണാം. ചെയ്യണോടി ഞാനങ്ങനെ? ചെയ്യണോന്ന് 2 പേരുടെ അഭിനയിച്ചുള്ള കിടത്തം കാണുമ്പോഴേ മനുഷ്യന് ഭ്രാന്താ പിടിക്കണത്. എഴുന്നേൽക്കുന്ന ഒരു ലക്ഷണവും ഇല്ല അല്ലേ? കാണിച്ചു തരാം, ചൂട് വെള്ളം എടുത്തിട്ട് വരുന്നു ഞാൻ. അയ്യോ അമ്മ, ചതിക്കല്ലേ. ഇതാ ഞങ്ങൾ എഴുന്നേറ്റു. എന്തിനാ അമ്മ ഇങ്ങനെ ഉറങ്ങി നടന്ന് ശല്യം ചെയ്യുന്നത്? ശല്യം ചെയ്യുന്നെന്നോ? സമയം എന്തോരമായെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? സമയം ഇവിടെ 10-11 മണിയായി. എന്തിനാ അമ്മ ഇങ്ങനെ നുണ പറയുന്നത്? അമ്മക്ക് എപ്പോഴും ഉള്ളതാ രാവിലെ 8 മണിക്ക് വിളിച്ചിട്ട് സമയം 10 മണിയായി എന്ന് പറയൽ. അതെടി, അതെ, സമയം 8 മണിയായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വല്ല പണിക്കും എന്നെ സഹായിച്ചാൽ എന്താ? എന്തോരം പണികളുണ്ട് ഇവിടെ. മുറ്റമടിക്കണം, അലക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ എന്തെല്ലാം തരം പണികളുണ്ട്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ എപ്പോഴും ചെയ്യാറ്? സ്കൂളില്ലാത്ത ദിവസമെങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? ആ മുറ്റത്തുള്ളവരെ കച്ചറ നോക്ക്. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഇവിടെ ആൾപ്പാപ്പില്ലാത്ത വീടാണെന്ന്. 2 പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? 2 അല്ല 3. അമ്മയമ്മില്ലേ ഇവിടെ? ആഹാ, കൊള്ളാലോ. തർക്കുത്തരം പറഞ്ഞോടി നീ, തർക്കുത്തരം പറഞ്ഞോ. നിനക്കൊക്കെ പിങ്കി മോളെ കണ്ട് പഠിച്ചുകൂടെ? എന്തൊക്കെ സഹായങ്ങൾ അവൾക്ക് അവൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത്? നിങ്ങളുടെ കൂടെ ഉള്ളതല്ലേ ഉസ്മാൻ? അവനല്ലെങ്കിൽ ഒരു ആൺകുട്ടിയല്ലേ? അവൻ എന്തോരം പണികളാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു പണിക്ക് നിങ്ങളെ കിട്ടുന്നുണ്ടോ? ഓ അമ്മ, ഇങ്ങനെ രാവിലെ തന്നെ വഴക്ക് പറയാതെ. ഞങ്ങളിപ്പോ എന്തോന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ പോയിട്ട് ആ മുറ്റമൊക്കെ അടിച്ചു വാര്, അത്ര തന്നെ. ശരി, ചെയ്തോളാം. പക്ഷേ കുഞ്ഞാവിയോട് വരാൻ പറയണം. ആഹാ, കൊള്ളാലോ. ഞാനെന്തിനാ പറഞ്ഞത്? നീയല്ലേ ചെയ്തോളാം എന്ന് പറഞ്ഞത്. നീ തന്നെ ചെയ്താ മതി. എനിക്കൊന്നും വയ്യ മുറ്റമൊന്നും തൂത്തുവാരാൻ. എനിക്കിവിടെ വേറെ ഇഷ്ടംപോലെ പണികളുണ്ട്. എന്ത് പണിയാണ് നിനക്കുള്ളത്? എന്ത് പണിയാണെന്ന്? അവിടെ ഇവിടെ വായി മറിച്ച് നിൽക്കലല്ലേ നിന്റെ പണി? അതെടി, അതെ, അത് തന്നെ എന്റെ പണി. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല മുറ്റം അടിച്ചു വരാനൊന്നും. ആഹാ അമ്മ, ദാ നോക്ക്, അവള് ചെയ്യുന്നില്ലെങ്കിൽ ഞാനും ചെയ്യില്ല. അല്ലടി, അതിന് ഞാനാണോ മുറ്റം അടിച്ചു വരാമെന്ന് ഏറ്റെടുത്തത്? നീയല്ലേ, നീ തന്നെ ചെയ്താ മതി. നമ്മൾ 2 പേരും ചെയ്യുമെന്നാ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ല. ഇന്നോടാരടി എന്റെ കാര്യം ഏറ്റെടുക്കാൻ പറഞ്ഞത്? എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം, നീ നോക്കണ്ട. എന്റെ പൊന്നോ, ഒന്ന് നിർത്തുന്നുണ്ടോ 2 പേരുടെയും തർക്കം? ഒരു മുറ്റം അടിച്ചു വരാൻ പറഞ്ഞതിനാണോടി ഇങ്ങനെ വഴക്കിടുന്നത്? ഇങ്ങനെ 2 വഴക്കാളി കുട്ടികളെ ആണല്ലോ എനിക്ക് കിട്ടിയത്. ചെയ്യണ്ടടി, ചെയ്യണ്ട. നിങ്ങൾ 2 പേരും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ചെയ്തത്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം എന്തെങ്കിലും ഒരു സഹായം കിട്ടിക്കോട്ടെ എന്ന് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. മടുത്തു, ഇനി ഞാൻ പറയത്തില്ല. നിങ്ങൾ 2 പേരും പൊതച്ചു മൂടി കിടക്കുക, ഉറങ്ങുക, എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ ഇങ്ങ് പോന്ന. എടി ചേച്ചി, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നീ സൂപ്പർ ആടി. നമ്മുടെ ഐഡിയ വർക്കായി. നമ്മൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിക്കിട്ടത് കൊണ്ട് അമ്മ പേടിച്ചോടി. അതെ അതെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ അടിച്ചു വരേണ്ടി വന്നേനെ മുറ്റമൊക്കെ. ഹോ, മുറ്റം അടിച്ചു വരാൻ മാത്രമോ? ഈ വീട്ടിലത്തെ പണി മുഴുവൻ ചെയ്യേണ്ടി വന്നേനെ. അതെ, സ്കൂളിലോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അതിന്റെ പുറമെ വീട്ടിലത്തെ പണിയും കൂടെ ചെയ്യാൻ എനിക്കെങ്ങും വയ്യ. അയ്യോ അമ്മ, പണി പാളിയേ. ഓഹോ, അപ്പൊ 2 പേരുടെ മടവാണല്ലേ ഇത്? എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നടി ഇതൊക്കെ നിങ്ങളുടെ അടവാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. കാണിച്ചു തരാം ഞാൻ 2നും. പച്ച വെള്ളം തരില്ല ഇന്ന് 2നും ഞാൻ ഇവിടെ നിന്ന്. അയ്യോ അമ്മ, ചതിക്കില്ലേ? ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണേ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 2ഉം കൂടെ ഇന്ന് പട്ടിണി കിടന്നോ. അയ്യോ അമ്മ പോവല്ലേ, അയ്യോ അമ്മ പോവല്ലേ. ആ, അവിടെ നിന്ന് പാട്ടും പാടി നിന്നോ,
പിങ്കി മോളെയും കൊണ്ട് വലിയ ശല്യമായല്ലോ. അവളുടെ അമ്മ പറയുന്നതൊക്കെ അവൾ അനുസരിക്കും. ഞാൻ പറയുന്നത് അനുസരിക്കാൻ ഇവിടെ ആരുമില്ല. അയ്യോ അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. സോറി. പ്ലീസ് അമ്മ ഒന്ന് ക്ഷമിക്ക്. ഞങ്ങൾ ചെയ്തോളാം എല്ലാ പണികളും. വേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പ്ലീസ് അമ്മ അങ്ങനെ പറയാതെ. സോറി പറഞ്ഞില്ലേ പിന്നെന്താ? അതെ അമ്മ, ഒന്ന് ക്ഷമിക്കമ്മ. പ്ലീസ് അമ്മ, നല്ല അമ്മയല്ലേ. ശരി എന്നാൽ വാടി കുഞ്ഞാറ്റെ, നമുക്ക് പോയിട്ട് എല്ലാ പണികളും ചെയ്യാം. ശരി. എന്റെ അടുത്ത രണ്ടിന്റെ കളി. എന്തായാലും നിങ്ങളെ പ്രസവിച്ചത് ഞാൻ തന്നെയല്ലേ. എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. പാവങ്ങൾ.